ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് പി എസ് സി. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കറണ്ട് അഫെയർ ആണ്. ഓക്കെ, നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, 2024 നവംബറിൽ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് എന്താണ്? 2024 നവംബറിൽ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് PNB അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2024 നവംബറിൽ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് PNB അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്ത പോയിന്റ്, ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? ഏതാണ്? റഷ്യയാണ് കേട്ടോ. ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ റഷ്യയാണ്. ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ റഷ്യ. അടുത്ത പോയിന്റ്, 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? വിക്ടോറിയ കേജർ തെൽവിങ് ആണ്. ഓക്കെ, 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് വിക്ടോറിയ കേജർ തെൽവിങ് എന്ന വ്യക്തിയാണ്. ഓക്കെ, 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് വിക്ടോറിയ കേജർ തെൽവിങ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയാകുന്നത് പെറുവിലെ ലിമയാണ്. ലിമ പെറുവിലെ ഒരു സ്ഥലമാണ് ലിമ എന്ന് പറയുന്നത്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയാകുന്നത് പെറു. രണ്ടും ചോദിക്കാം, പെറു, ലിമ. ഓക്കെ, രണ്ടും പഠിച്ചിരിക്കുക. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയായ APEC എന്ന് പറയും കേട്ടോ. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ലിമ അഥവാ പെറു. അടുത്ത പോയിന്റ്, നബാർഡ് സർവേ പ്രകാരം കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ആട്ടോ, മൂന്നാമത്തെ സ്ഥാനമാണ് ഉള്ളത്. നബാർഡ് സർവേ പ്രകാരം കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? മൂന്നാം സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, നബാർഡ് സർവേ പ്രകാരം കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്നാമത്. അടുത്ത പോയിന്റ്, 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയാണ് ഗോവ. 55ാമത് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റാണ്. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയാണ് ഗോവ. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയാണ് ഗോവ. അടുത്ത പോയിന്റ്, 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് ചോദിച്ചിരിക്കുന്നത്. ബാല ദേവിയാണ്. ഓക്കെ, 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് ബാലാദേവി എന്ന് പറയുന്നത്. 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോളറാണ് ആരെന്ന് പറയുന്നത്? ബാലാദേവി. അടുത്ത പോയിന്റ്, 2024 നവംബറിൽ ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവിക അഭ്യാസമാണ് നസീം അൽ ബഹർ എന്ന് പറയുന്നത്. ഏതാണ്? 2024 നവംബറിൽ ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവിക അഭ്യാസമാണ് നസീം അൽ ബഹർ. നസീം അൽ ബഹർ ആണ് 2024 നവംബറിൽ ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവിക അഭ്യാസം. അടുത്ത പോയിന്റ്, സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ലയാണ് മലപ്പുറം. ഓക്കെ, സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ലയാണ് മലപ്പുറം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ലയാണ് മലപ്പുറം. ഓക്കെ, അടുത്ത പോയിന്റ്, പുതിയ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെ, CAG എന്നൊക്കെ പറയും. പുതിയ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റത് സഞ്ജയ് മൂർത്തിയാണ്. ഓക്കെ, പുതിയ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് ചുമതലയേറ്റത് സഞ്ജയ് മൂർത്തിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്ക്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കാണ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനിഫെസ്റ്റ് ആണ് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കുന്നത്? സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നത് കണ്ണൂരാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നത് കണ്ണൂർ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച മുകുന്ദൻ ആത്മകഥയുടെ പേരാണ് എൻ്റെ എംബസി കാലം. അടുത്തിടെ പ്രസിദ്ധീകരിച്ച മുകുന്ദൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ എംബസി കാലം എന്ന് പറയുന്നത്. എൻ്റെ എംബസി കാലമാണ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച മുകുന്ദൻ്റെ ആത്മകഥ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മുകുന്ദൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ എംബസി കാലം. ഓക്കെ, അടുത്തത്, ഡൽഹിയിലെ സരായി കലോഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് എന്താണ്? ബിർസ മുണ്ട ചൗക്ക് എന്നാണ്. ഡൽഹിയിലെ സരായി കലേഖാൻ ചൗക്കിൻ്റെ പുതിയ പേരാണ് ബിർസ മുണ്ട ചൗക്ക്. ഡൽഹിയിലെ സരായി കലേഖാൻ ചൗക്കിൻ്റെ പുതിയ പേരാണ് ബിർസ മുണ്ട ചൗക്ക്.
2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് ചോദിക്കുന്നത്. സിംഗപ്പൂരാണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് സിംഗപ്പൂർ. ഓക്കെ, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി സിംഗപ്പൂർ. ഇന്ത്യയുടെ പുതിയ തുർക്കി സ്ഥാനപതി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ പുതിയ തുർക്കി സ്ഥാനപതിയാണ് ആരെന്നുണ്ട്? മുക്തേഷ് കുമാർ പർദേശി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പുതിയ തുർക്കി സ്ഥാനപതിയാണ് മുക്തേഷ് കുമാർ പർദേശി. മുക്തേഷ് കുമാർ പർദേശിയാണ് ഇന്ത്യയുടെ പുതിയ തുർക്കി സ്ഥാനപതി. മുക്തേഷ് കുമാർ പർദേശി. അടുത്ത പോയിന്റ്, 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവാണ് ഉപമന്യു ചാറ്റർജി. ആരാണ്? 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവാണ് ഉപമന്യു ചാറ്റർജി. 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവാണ് ഉപമന്യു ചാറ്റർജി. 2024 50-ാം വാർഷികം ആഘോഷിക്കുന്ന M. മുകുന്ദൻ്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 2024 50-ാം വാർഷികം, അല്ല 50 വർഷമായി എന്ന് പറയുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി എഴുതിയിട്ട് അദ്ദേഹം. ഓക്കെ, M. മുകുന്ദൻ്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അതിനെന്താണ്? 50-ാം വാർഷികം. 2024 50-ാം വാർഷികം ആഘോഷിച്ചു. ഓക്കെ, അടുത്തത് ഡോങ്ഫെങ് 100 ഏത് രാജ്യത്തിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ ഒന്ന് ചൈനയായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ഡോങ്ഫെങ് 100 എന്ന് പറയുന്നത് ചൈനയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഡോങ്ഫെങ് 100 എന്ന് പറയുന്നത് ചൈനയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അടുത്ത പോയിന്റ്, രാജ്യത്തെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടീച്ചർ ആപ്പ് എന്ന് പറയുന്നത്. ആപ്പിൻ്റെ പേരാണ് ടീച്ചർ ആപ്പ്. ഓക്കെ, രാജ്യത്തെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പേരെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കണക്ട് ചെയ്യാൻ വേണ്ടി. ടീച്ചർ അല്ലെ, നമ്മൾ ഇപ്പം കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അധ്യാപക എന്നൊക്കെ തന്നെ ചിലപ്പോൾ നമ്മളത് എഴുതാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കേന്ദ്രം ആയതുകൊണ്ട് എന്താണ് ഇംഗ്ലീഷിലാണ് ആ പേരെന്നുള്ളതെന്ന്, ടീച്ചർ എന്നുള്ളതെന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, രാജ്യത്തെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടീച്ചർ ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ഏതാണ്? മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജന്റീന. ഏതാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജന്റീന. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതെന്ന് വെച്ചാൽ ഡെങ്കി വൈറസ്. ഈ ടാക് ഡെങ്കി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ടാക് 003 എന്ന് പറയുന്നത് ഡെങ്കി വൈറസിനെതിരെയുള്ള വാക്സിനാണ്. ഓക്കെ, ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഡെങ്കി വൈറസ്. ഓക്കെ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരാണ് കൈരളി. നമുക്ക് കേരളം വെച്ചിട്ട് കണക്ട് ചെയ്യാം അല്ലേ, കൈരളി. ഓക്കെ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരാണ് കൈരളി എന്ന് പറയുന്നത്. ഓക്കെ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരാണ് കൈരളി. അടുത്ത പോയിന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യനെ രാഷ്ട്രപതി നിയമിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നല്ലേ, റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് റിവിഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യനെ രാഷ്ട്രപതി നിയമിച്ചു. അടുത്തത്, മണിപ്പൂർ ഗവർണറായിട്ട് എന്താണ്? അജയ് ഭല്ലയാണ് നിയമിച്ചത്. മണിപ്പൂർ ഗവർണർ, ഇപ്പം നിലവിലെ മണിപ്പൂർ ഗവർണർ ആരാണ്? അജയ് ഭല്ലയാണ്. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുത്തെ ഇപ്പം നിലവിലെ ഏത് സ്റ്റേറ്റിലെ ഗവർണറാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബീഹാറാണ് കേട്ടോ. ബീഹാറിലെ ഗവർണറാണ് ഇപ്പോൾ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ബാൽഡ് ഈഗിൾ അമേരിക്കയുടെ ദേശീയ പക്ഷിയെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. അമേരിക്കയുടെ ദേശീയ പക്ഷിയായിട്ട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട പക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ബാൽഡ് ഈഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? നിഗംബോധ് ഘട്ടിലാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിഗംബോധ് ഘട്ടിലാണ് മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. നിഗംബോധ് ഘട്ടിലാണ് മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 2ാമതാണ്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചാൽ 2ാമതാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള സംസ്ഥാനം ചോദിച്ചാൽ എന്താണ്? കേരളമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 2ാമത്. മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ് ഘട്ട്. പിന്നെ എന്താണ്? ബാൽഡ് ഈഗിൾ അമേരിക്കയുടെ ദേശീയ പക്ഷിയെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. പിന്നെ എന്താണ്? ബീഹാറിലെ നിലവിലെ ഗവർണർ ആണെന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. കേരളത്തിലെ നിലവിലെ ഗവർണറുടെ പേരെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കേരളത്തിലെ നിലവിലെ ഗവർണറുടെ പേരെന്ന് കമൻറ്റ് ചെയ്യുക. മണിപ്പൂരിലെ ഗവർണർ ആരാണ്? അജയ് ഭല്ലയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ് അല്ലേ. കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് ഒരുപാട് ലെങ്തി പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അല്ലേ കുറച്ച് കാര്യങ്ങളായിട്ട് പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം കൂടുതൽ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാനും ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. കാരണം കൂടുതൽ നമുക്ക് നമ്മൾ കേൾക്കുന്ന അനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കറണ്ട് അഫെയർ എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്